കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദൈവവചനം പ്രസംഗിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനമായി നാം നേരിടുന്നത്, നിനക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം എന്ന് ചോദ്യം വരും. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിനക്ക് എങ്ങനെ അറിയാം? അത് നീ കണ്ടിട്ടുണ്ടോ? അത് നീ അവിടെ പോയിട്ടുണ്ടോ? ഇതാണ് യേശുക്രിസ്തുവിൻ്റെ കാലം മുതലേ ചോദിക്കുന്ന ചോദ്യം. മരിച്ചവർ ഇത് കഴിഞ്ഞാൽ എവിടെയാണെന്നോ, ഈ സ്വർഗം എന്താണെന്നോ അറിയാത്തതിനെ കുറിച്ച് നീ പ്രസംഗിക്കുന്ന എന്തിന്? ഇതാണ് ചോദ്യം. അപ്പോൾ ദൈവം തൻ്റെ സ്നേഹിക്കുന്നവർക്കായി സജ്ജമാക്കിയിരിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ ദൈവം നമുക്ക് സജ്ജമാക്കിയത് നമ്മൾ ഒരിക്കലും കാണാത്തതും കേൾക്കാത്തതും ഗ്രഹിക്കാത്തതുമായ കാര്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവ് മുഖേന ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേട്ടാൽ മനസ്സിലാക്കാത്തതും ഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ ദൈവം തൻ്റെ ആത്മാവ് മുഖേന ദൈവം തൻ്റെ ആത്മീയർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് 1 കൊരിന്തോസ് 2:7 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന വലിയ രഹസ്യമാണത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ വിവേചിച്ചറിയും. അത് ഈ ലോകത്തിൻ്റെ വിജ്ഞാനികളുടെ വിജ്ഞാനമല്ല. ഈ ലോകത്തിൻ്റെ അധികാരികൾ അത് ഗ്രഹിച്ചിട്ടുമില്ല. ഗ്രഹിച്ചിരുന്നെങ്കിൽ അവർ ദൈവപുത്രനെ കൊല്ലുമായിരുന്നില്ല എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു വിജ്ഞാന രഹസ്യമാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തെക്കുറിച്ച്, ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ എന്ത് യോഗ്യത? അത് പറയുന്നുണ്ടെങ്കിൽ അവന് ആത്മാവ് മുഖേന പലതും ദൈവം വെളിപ്പെടുത്താൻ ദൈവം ഇച്ഛിച്ചിരിക്കുന്നു. ആ ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ നമുക്കാവില്ലല്ലോ. പറയുന്ന ഇതാണ്, രഹസ്യവും നിഗൂഢവുമായ ദൈവിക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യവും നിഗൂഢമായ ദൈവത്തിൻ്റെ വിജ്ഞാനം നമ്മുടെ മഹത്വത്തിനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ദൈവത്തിൻ്റെ രഹസ്യം നാം പ്രസംഗിക്കപ്പെടുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണല്ലേ. നിസ്സാരനായ നമ്മളെയൊക്കെ ദൈവം മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ദൈവം പറയാണ്, എൻ്റെ രഹസ്യം ഞാൻ നിനക്ക് വേണ്ടി യുഗങ്ങൾക്ക് മുമ്പേ എൻ്റെ രഹസ്യം നിനക്ക് നൽകുമെന്നും നിങ്ങളെ മഹത്വപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അനശ്വരമായ ഒരു കാര്യമാണത്. അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇതൊന്നും ഈ ലോകത്തിൻ്റെ അധികാരികൾ ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. സാധിച്ചിരുന്നെങ്കിൽ അവർ മഹത്വത്തിൻ്റെ കർത്താവിനെ, യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ പോലും ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ പിന്നെ തുടരുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? ശരിയല്ലേ? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ ആരോടും വെളിപ്പെടുത്താൻ പറ്റുകയില്ല. ചിലപ്പോൾ സ്വന്തം ആളുകളോട് പോലും വെളിപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ മനസ്സിൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് മറ്റൊരാൾക്ക് വെളിപ്പെടുത്തുക സാധ്യമല്ല. മറ്റൊരാൾ നോക്കുമ്പോൾ പറയാം, അത് നിസ്സാരമാണ്, ഇത്രയല്ലേ ഉള്ളൂ, അതിനെന്താ നീ ഇത്ര വിഷമിക്കണേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം, നമ്മളെ സ്പർശിക്കുന്ന കാര്യം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. അത് മറ്റൊരുവിനെ അറിയണമെന്നില്ല. അപ്പോൾ സ്വന്തം ഹൃദയത്തിന് മാത്രമാണ് സ്വന്തം ഹൃദയത്തിൻ്റെ വിഷമം അറിയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുന്നത് ദൈവാത്മാവിനാണ്. ഈ ദൈവാത്മാവിനെ ദൈവം നമ്മളിലേക്ക് വർഷിച്ചിരിക്കുന്നു.
ഇതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ ദൈവാത്മാവിനെ പ്രാപിച്ചവർ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നു, ദൈവത്തിൻ്റെ ചിന്തകൾ അറിയുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് മറ്റൊരു ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. കാരണം ഇത് നമ്മളുടെ ഹൃദയത്തിൻ്റെ വിഷമമല്ല, ദൈവത്തിൻ്റെ വിഷമവും ദൈവത്തിൻ്റെ ചിന്തകളും നാം അറിയുന്നു ഒരു ആത്മാവ് മുഖേന. ഇത് വലിയൊരു രഹസ്യമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വഴി എന്ത് നമുക്ക് കണ്ടുപിടിക്കാം? ഇങ്ങനെയാണ്, നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഒരു ആത്മാവിനല്ല. ഈ ലോകത്തിൻ്റെ ആത്മാവുള്ളവർക്കറിയാം നാളെ ഇന്നത് സംഭവിക്കും, നാളെ ഇന്ന ഗവൺമെൻറ് വീഴും, നാളെ ഇന്നത് ചെയ്തില്ലെങ്കിൽ, ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് പൈസ കിട്ടില്ല, അതുപോലെ പെൻഷൻ പറ്റുന്ന കാലത്ത് പെൻഷൻ ഇല്ലെങ്കിൽ നീ ജീവിക്കില്ല, അതുപോലെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ നീ സക്സസ് ആവില്ല, നല്ല വീട് പാർപ്പിടയില്ലെങ്കിൽ സമൂഹത്തിൽ വിലയുണ്ടാവില്ല. ഇതൊക്കെ ലോകത്തിനറിയാം. ഇത് ലോകത്തിൻ്റെ വിജ്ഞാനമാണ്. അത് ലോകം പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. അവർ പറയും നാളെ ഇന്ന വരുന്നു പറഞ്ഞ് അതുപോലെ തന്നെ സംഭവിക്കും. കാരണം അവർ ഉള്ളിൽ ലോകത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടും. അവർ പറയുന്നത് പോലെ നടക്കുന്നത് കാണുമ്പോൾ, അവർ സക്സസ് ആവുന്നത് കാണും. കാരണം അവർക്കറിയാം ലോകത്തിൽ എന്ത് വേണം സക്സസ് ആവാൻ എന്നുള്ള ലോകത്തിൻ്റെ ആത്മാവ് അവരിലുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ലോകത്തിൽ വലിയ നേട്ടമുണ്ടാവില്ല. കാരണം ലോകത്തിൻ്റെ ആത്മാവല്ല നമ്മൾ. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയൊരു ലോകത്തിൻ്റെ സക്സസ് ഒരിക്കലും നേടുക സാധ്യമല്ല. അവരെ പോലെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവർ പുരോഗതിയിലേക്ക് കുതിച്ചു കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവരുടെ ആത്മീയ ചൈതന്യം നമ്മളെ പോലെ കാണില്ല. ആത്മാവ് ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവാത്മത്തിൻ്റെ ആത്മാവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനല്ല, ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിന്. അപ്പോൾ ദൈവം നൽകുന്ന ഓരോ ദാനങ്ങളും ഓരോ കുറിപ്പുകളും ഓരോ വെളിപ്പെടുത്തലുകളും ദൈവത്തിൻ്റെ രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു ആത്മാവാണ് ദൈവാത്മാവ്. മുമ്പ് പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് അത് കണ്ടെത്തുന്നു. കാരണം ദൈവാത്മാവ് ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് എനിക്ക് വെളിപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ. അപ്പോൾ എനിക്ക് ശബ്ദിക്കാതെ പ്രസംഗിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത് ലോകത്തിൻ്റെ മറ്റൊരാളും പ്രസംഗിച്ച് കാണാത്ത പലതും നമുക്ക് വെളിപ്പെടുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുമ്പോൾ ആ ആനന്ദം പങ്കുവയ്ക്കാൻ ആത്മീയരോട് നമ്മൾ സജ്ജരാവുകയാണ്. കാരണം ആ സന്തോഷം, പശു എന്താണ് പറയുക, തൊഴുത്തിൽ പശുക്കുട്ടി തുള്ളിച്ചാടുന്നത് പോലെ നമ്മുടെ ഹൃദയം തുള്ളിച്ചാടുകയാണ്. അപ്പോൾ ഇത് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് യുഗങ്ങൾക്ക് മുമ്പേ നമ്മുടെ മഹത്വത്തിന് സൃഷ്ടിച്ചതാണ്. അപ്പോൾ നമ്മളത് മിണ്ടാതിരിക്കണമോ? നമ്മൾ മിണ്ടാതിരിക്കരുത്. കാരണം ദൈവം ഇത് നമ്മുടെ മഹത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ നമ്മൾ ആനന്ദ് കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഇത് ദൈവത്തിൻ്റെ ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനമല്ല വാക്കുകളിൽ പ്രസംഗിക്കുന്നത്, ആത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്നതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് പറയുന്ന ആത്മാവിൻ്റെ ദാനങ്ങൾ ലഭിച്ചവർ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രസംഗം കേൾക്കുന്ന വളരെ ചുരുക്കം പേരാണെങ്കിൽ അതിൽ ആത്മാവിൻ്റെ ദാനങ്ങൾ ലഭിച്ചവരുണ്ട്. അവർക്ക് വേണ്ടി വ്യാഖ്യാനിക്കുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ദൈവവചനം ആ ദൈവത്തിൻ്റെ ആത്മാവ് ലഭിച്ചവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. അവരത് ഞാനൊക്കെ ഫോം വിളിച്ച് നമ്മൾ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ചിലവർ അപ്പോൾ തന്നെ അവരെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. തുടർന്ന് പോകാൻ താല്പര്യമില്ല, വേറെ വിഷയങ്ങളിലേക്കാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ചെല്ലുമ്പോൾ പലരും വിട്ടുപോകുന്നതൊക്കെ കാണാം. അപ്പം ഇതുപോലെ ഇത് ലൗകിക മനുഷ്യർക്ക് ഇത് സാധിക്കില്ല. അവർക്കത് ഭോഷത്താണ്. നീ വേറെ വല്ല കാര്യം പറ, വല്ല 10 പൈസ ഉണ്ടാക്കുന്ന കാര്യമോ ഈ ലോകത്തിന് നേട്ടം ഉണ്ടാക്കുന്ന കാര്യമോ ഒക്കെ പറയാൻ പറയും അവർ. അല്ലാതെ അല്ലെങ്കിൽ മനുഷ്യരെ നമുക്ക് സഹായിക്കാം എന്ന് പറയുന്നവരുണ്ട്. മനുഷ്യരെ സഹായിക്കാം, നമ്മൾ ദൈവത്തെക്കുറിച്ചൊന്നും പറയേണ്ട, മനുഷ്യരെ സഹായിക്കാം, ചാരിറ്റി ചെയ്യാം, നമുക്കങ്ങനെ ചെയ്യാം, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ രഹസ്യം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നവർക്ക് ലഭിക്കും. അവരാണ് ദൈവത്തിൻ്റെ ആത്മാവ് ലഭിച്ചവർ. അവർക്കാണ് ദൈവം എന്ത് സജ്ജമാക്കിയിരിക്കുന്നത്? കണ്ണ് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതും ഗ്രഹിക്കാത്തതുമായ ഒരു സ്ഥലം സജ്ജമാക്കിയത് ദൈവാത്മാവ്, ദൈവം തൻ്റെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയതാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നവർക്കാണ്. അതാണ് ഇവിടെ ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ
ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്ക് സാധ്യമല്ല. അപ്പോൾ ഈ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നുണ്ട്, അവനെ വിധിക്കാനും പറ്റില്ല. കാരണം മറ്റൊരു ആത്മാവ് മുഖേന അവൻ ജീവിക്കുകയാണ്.